ശിവാനി മരിച്ചെന്ന് വിശ്വസിക്കുന്ന ശിവാനിയെ വഴിയിൽ വെച്ച് കാണുന്ന പിച്ചള. ശിവാനിയും നീലാംബരിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പിച്ചളയ്ക്ക് സംശയം. ഐരാവതിനെ വഴിയിൽ വെച്ച് കാണുന്ന കനി. തുടർന്ന് കാണുക. നമ്മുടെ പഴയ താവളത്തിന്റെ പരിസരങ്ങളിലൊന്നും അവരില്ല മാഡം. ആ പരിധിക്കുള്ളിലെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിലും കലുങ്കുകൾക്കിടയിലും കാട്ടിലും ഒക്കെ അരിച്ചു പെറുക്കി നോക്കി ഞാൻ. എന്നിട്ട് അവരെക്കുറിച്ചൊരു സൂചന പോലും നിനക്ക് കിട്ടിയില്ലേ? ഇല്ല മാഡം. പരിസരവാസികളൊക്കെ അറിഞ്ഞ സംഭവമായതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ? നാട്ടുകാരെന്നെ പിടിച്ച് കെട്ടിയിട്ട് തല്ലിക്കൊല്ലില്ലേ? ഐരാവത, ദയാനുകമ്പ ഇല്ലാത്തവരാ നമ്മള്. നമ്മള് മരണത്തെ പോലും ഭയക്കാൻ പാടില്ല. നിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അൻപും കനിയും ആ പിള്ളേരും എവിടെയാണെന്ന് കണ്ടെത്തുക. അതിനിറങ്ങി തിരിച്ച നീ ഇങ്ങനെ വന്നു നിന്ന് കൈമലർത്തി കാണിച്ചാൽ എല്ലാത്തിനും പരിഹാരമാവോ? എന്റെ വാക്കിലും പ്രവൃത്തിയിലും മാഡത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? മാഡത്തിന്റെ ഉപ്പും ചോറും നിന്ന് കഴിയുന്നവനാ ഞാൻ. പിള്ളേരെ മെരുക്കാനും ഒതുക്കാനും ഭീഷണിപ്പെടുത്താനും തല്ലിച്ചതയ്ക്കാനും അന്നു മുതൽ ഇന്നുവരെ മാഡത്തിനൊപ്പം നിൽക്കുന്നവനാ ഞാൻ. ഈ പണിയല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല മാഡം. ഞാൻ കുട്ടികളെ കണ്ടെത്താനിറങ്ങിയതിൽ എന്തെങ്കിലും അലസത കാണിക്കൂ? അലസത അല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താ സംഭവിച്ചത്? പോലീസും അറസ്റ്റും ഒക്കെ ഉണ്ടായപ്പോ ഐരാവതന്റെ മുട്ടു വിറച്ചു പോയോ? മാഡം കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എങ്കിൽ നീ അവരെ അന്വേഷിച്ച് വീണ്ടും ഇറങ്ങണം. അറിയാലോ, നാട് മുഴുവൻ ഇപ്പൊ സന്നദ്ധ സംഘടനകളാ. അങ്ങനെയുള്ളവരുടെ മുന്നിലെങ്ങാനും അവറ്റകളിൽ നിന്ന് പെട്ടാലുണ്ടല്ലോ, പിന്നെ ഒരു കാലത്ത് നമുക്ക് അവരെ കിട്ടിയെന്ന് വരില്ല. ഇല്ല മാഡം, അവരാരുടെയും കണ്ണിപ്പെട്ടിട്ടുണ്ടാവില്ല, ഇനി പെടുകയുമില്ല. അതിനു മുൻപ് ഞാൻ അവരെ കണ്ടെത്തും. പറഞ്ഞതുകൊണ്ടായില്ല, കണ്ടെത്തണം. അവരെ നീ വേണം എന്റെ മുന്നിൽ കൊണ്ടെത്തിക്കാൻ. അറിയാം മാഡം. ഇപ്പൊ ഒരു ഇറങ്ങിത്തിരിപ്പ് നടത്തിക്കൊണ്ട് ഞാൻ പറയാ, ഇനിയുള്ള അന്വേഷണം കുറച്ചുകൂടി പരന്നതായിരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു ദൂരമായിരിക്കില്ല അത്. സേഫിനെ കൂടെ കൂട്ടിക്കോ. അവര് നമുക്ക് പിടിതരാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. ഐരാവത, സേഫും നീയും ഇറങ്ങിത്തിരിക്കുന്നത് വെറുതെ ആവരുത്. ഇല്ല മാഡം, അവരിൽ ഒരാളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പണി ഞാൻ അവസാനിപ്പിക്കും. ആരെയും പേടിക്കണ്ട. പോലീസിനെയോ ജനങ്ങളെയോ ആരെയും പേടിക്കണ്ട. നിങ്ങള് അവറ്റകളെ എവിടെ വെച്ചാണോ കണ്ടുകിട്ടുന്നത് അവിടുന്ന് വലിച്ചു കയറ്റി കൊണ്ടുവന്നേക്കണം. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ശരി മാഡം. എന്താ ഭായ്? പിച്ചള എവിടെ ഇപ്പോ? ഇന്നലെ ശിവാനിനെ കണ്ട സ്ഥലല്ലേ, അവിടെ അവളെയും കാത്തു നിൽക്കുക ഞാൻ. ആളെ കണ്ടോ? ഇല്ല ഭായ്, ഇന്നലെ മുതൽ ഈ ഭാഗത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ശിവാനിയെ കണ്ടെത്തിയിട്ട് ഇവിടുന്ന് മടങ്ങും. ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട ഭായ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി. വേണ്ട, ഓടാനൊന്നും നോക്കണ്ട. ഒരു ഒച്ചപ്പാടുണ്ടായ ദോഷം നനക്കന്നെ. നിന്നെയും കൊണ്ടേ ഞാൻ പോവൂ. നീ എവിടുന്ന് വന്നോ അവിടേക്ക് നടക്കടി.
പിച്ചളെ. ശിവണ്ണൻ തന്നെയാ. നിങ്ങൾ എല്ലാരും കൂടി കൊന്നു തള്ളിയ എന്റെ ശിവണ്ണൻ. മരിച്ചതിന് തുല്യം തന്നെ ഞാനിത് അർഹിക്കുന്നുണ്ട്. പിച്ചളണ്ണൻ എനിക്ക് മാപ്പ് തരണം. മനസ്സിൽ വിഷം കുത്തി നിറച്ച് ചരട് വലിക്കൊത്ത് ചലിക്കുന്ന പാവയാക്കി മാറ്റുമായിരുന്നു മതികല എന്നെ. ചെയ്തതെല്ലാം തെറ്റായിരുന്നു. ശിവാണന്റെ പേര് പറഞ്ഞ് കുട്ടിമണിയെ കൊല്ലാനുള്ള പ്രേരണ തന്നതും മതികല തന്നെയായിരുന്നു. അന്ന് കുട്ടിമണിയെ കൊല്ലാൻ നോക്കിയതിനു ശേഷം ഞാൻ നേരെ പോയത് മതികലയുടെ അടുത്തേക്കായിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് മതികല വാക്ക് തന്നിരുന്നു. സുരക്ഷിതമായൊരിടത്ത് എനിക്ക് പുതിയ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നോട് അങ്ങോട്ട് പൊയ്ക്കോളം പറഞ്ഞു മതികല. ഒപ്പം ഒരു സത്യവും മതികല വെളിപ്പെടുത്തി. ശിവണ്ണൻ ജീവനോടുണ്ടെന്ന്. ശിവണ്ണന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ ഞാൻ കരുതി അവിടേക്കായിരിക്കും എന്നെ അയക്കുന്നതെന്ന്. അതിന്റെ ആവേശത്തിലാ അവിടുന്ന് ഞാൻ പുറപ്പെട്ടത്. പക്ഷെ ജീവിതത്തിലേക്കായിരുന്നില്ല മതികല എന്നെ വണ്ടി കയറ്റി വിട്ടത്. എന്നെ കൊല്ലാനായിരുന്നു അവളുടെ പ്ലാൻ. എന്നെ കൊല്ലാനായിട്ട് മതികല കളമൊരുക്കി വെച്ചിരുന്നു. ആയുസിന്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. തലനാരിയുടെ ഭാഗ്യത്തിന് അവിടുന്ന് രക്ഷപ്പെട്ട ഞാൻ ഈ സ്ഥലം കണ്ടെത്തി വന്നു. ആരെ അറിയിക്കാതെ, ആർക്കും പിടികൊടുക്കാതെ ഈ വേഷത്തിൽ ഞാനിങ്ങനെ. മതികലയ്ക്ക് അന്നേ അറിയാമായിരുന്നു ശിവണ്ണൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പുറംലോകവുമായി ബന്ധമില്ലാത്ത ശിവണ്ണൻ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം അറിയുന്ന മതികല എന്നെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിച്ചു. എന്നെ ജീവന തുല്യം സ്നേഹിച്ച സിജി അണ്ണനെയും പിച്ചള അണ്ണനെയും വയലൂരും വീട്ടുകാരെയും ഞാൻ വേദനിപ്പിച്ചു. പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ ചെയ്തത്. എന്നാലും യാചിക്കാൻ ഞാൻ മാപ്പ് തരണം. പിച്ചളെ പുറത്തൂടെ പറയുമ്പം എല്ലാം ഒറ്റ വാക്കില് പറഞ്ഞു തീർക്കാം. അനുഭവിച്ചവരുടെ വേദന ഇങ്ങനെ പറഞ്ഞു തീർക്കും. അഹങ്കാരം മൂത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവിടുന്ന് ഇറങ്ങിപ്പോയ ശേഷം ഉണ്ടായതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ശിവാനി മരിച്ചെന്നും അതിന് ഉത്തരവാദികൾ ഞങ്ങളാണെന്നും പറഞ്ഞ് എന്നെയും മനസ്സിജമ്പായും ബാലേട്ടനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലായിരുന്നു ഞങ്ങള്. ഇപ്പം ജാമ്യത്തിലിറങ്ങിയതാ. മതികലയെ കൊന്ന കേസില് ജാമ്യം കിട്ടാതെ മനസ്സിജമ്പായി ജയിലിൽ തന്നെയുള്ളത്. കുഞ്ഞുമണിയെ തേടി ഇറങ്ങിയതാ ഞാൻ. ഈ പരിസരത്ത് എവിടെയാണ് കുഞ്ഞുമണി എത്തിയിരിക്കുന്നത്? എനിക്കും ബാലേട്ടനും ഇപ്പൊ ജാമ്യം കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ. കുഞ്ഞുമണിയെ തേടി ഇറങ്ങാൻ പറ്റിയല്ലോ. മരിക്കാത്ത നിങ്ങള് രണ്ടുപേര് കാരണം ഞങ്ങള് ജയിലിലായി. ഇനി നിങ്ങളുടെ മരണത്തിന്റെ വിധി വന്നു കഴിഞ്ഞാ ഞങ്ങള് വീണ്ടും ജയിലിലേക്ക് തന്നെ പോണം. ജയിലിൽ പോവാൻ പേടിയുണ്ടായിട്ടൊന്നല്ല. കുഞ്ഞുമണിയെ കണ്ടെത്താൻ കഴിയാതെ വരും. എന്നേക്കുമായി കുഞ്ഞുമണി ഇരുളിലേക്ക് മറയും. എന്നെ കൊന്നുള്ള കേസാണല്ലോ പ്രധാനമായും ഉള്ളത്. ഞാൻ മരിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞ പിന്നെ കേസില്ലല്ലോ, ശിക്ഷയുമില്ല, ജയിലുമില്ല. മഹാപരാധങ്ങൾ മാത്രം ചെയ്ത് പഴുത്തില്ലാതായ എന്റെ രണ്ടാം ജന്മമാണിത്. ഇവിടെ ഒന്നിനും ആവാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരക്കാനുള്ള അർഹത എനിക്കില്ല. എന്നാലും ഈ അവസ്ഥയിലും എനിക്ക് ചിലത് ചെയ്യാനാവും.
ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. നടന്നതെല്ലാം ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഞാനായിട്ടുണ്ടാക്കിയത് ഞാനായിട്ട് തന്നെ തീർക്കാം. എന്നെ വിശ്വസിക്കാൻ പിച്ചളെ. പഴയ ശിവപാട്യ പെരുമാളല്ലിത്. പുറമേ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. ശിവ മരിച്ചു. ഞങ്ങൾ കാരണം നിങ്ങളാരും ജയിലിൽ പോവാൻ പാടില്ല. കുഞ്ഞുമണിയെ വീണ്ടെടുക്കണം. ഈ ഒരു കണ്ടുമുട്ടൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാൻ. പക്ഷെ മനസ്സിൽ ആശിച്ചിരുന്നു. നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് മാപ്പപേക്ഷിക്കണമെന്ന്. ഈ ഒരവസ്ഥയിൽ ആശിക്കാനല്ലേ പറ്റും. ഒടുവിൽ ദൈവം അത് നിറവേറ്റി പിച്ചളയുടെ കൊണ്ടെത്തിച്ചു. ഇനി എന്തു വേണമെന്നും എങ്ങനെ വേണമെന്നും പിച്ചള പറഞ്ഞാ മതി. ജീവിതം തന്നെ ഇല്ലാതായവന് അവസാനം നല്ലൊരു കാര്യം ചെയ്യാൻ ദൈവം ഒരവസരം തന്നതാ. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനേ ആവുന്നില്ല. എന്റെ ശാരദയെ കൊന്നവൻ ജീവനോടെ ഉണ്ടെന്നോ? ജീവനോടെ ഉണ്ടെന്നുള്ളൂ. ചത്തേന് തുല്യാണ് ശിവന്റെ അവസ്ഥ. ആ മനസ്സും അപ്പാടെ മാറി. അങ്ങനെ എളുപ്പത്തിൽ മാറുന്ന മനസ്സാണോ ശിവയുടേത്? അല്ല. ഇവിടുത്തെ ദുരിതങ്ങൾക്കും തോരാ കണ്ണീരിനും തുടക്കമിട്ടത് ശിവയാ. ശിവയെ ഇല്ലാതാക്കിയപ്പോഴാ അമ്മയുടെ ആത്മാവിനൊരു അല്പമെങ്കിലും തൃപ്തി വന്നത്. ഇനിയിപ്പോ നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. പിച്ചള പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇത് പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശിവയെ കൊന്നു എന്നുള്ള കേസ് അതേപടി നിലനിൽക്കുക. അതിലെ മെയിൻ സാക്ഷി ഇല്ലാതായെങ്കിലും കേസ് കേസായി തന്നെ നിലനിൽക്കും. അത് തീർന്നു കിട്ടാൻ കാലം കുറെ പിടിക്കും. മാനസാന്തരം വന്ന ശിവ ഇപ്പൊ എന്തിനും തയ്യാറാ. കോടതിയിൽ വേണമെങ്കിലും ഹാജരാവും. സകലത് ഏറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് കരയുന്ന ശിവയാണിപ്പോൾ ഉള്ളത്. ജീവിതത്തിലേറ്റ പരാജയത്തെക്കുറിച്ച് നല്ല ബോധവാനാണ് ശിവ. ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് നല്ല പശ്ചാത്താപമുണ്ട്. സംസാരിക്കും. കണ്ണിന്ന് കണ്ണീര് വരും. ശിവയ്ക്ക് ജീവനുണ്ട് എന്നുള്ളതിന് വേറെ അടയാളമൊന്നുമില്ല. ദുഷ്ടത്തരങ്ങൾ മാത്രം ചെയ്തു കൂട്ടിയതിന് ദൈവം കൊടുത്തതാണിത്. ചത്ത ശവം പോലെ കിടക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ വേറെ ഇല്ലല്ലോ. എന്റെ ശാരദയ്ക്ക് സന്തോഷമാവും. ശിവാനി കേസുകളിലാണല്ലോ ബാലനും പിച്ചളയും അറസ്റ്റിലായി ജയിലിലടയ്ക്കപ്പെട്ടത്. അവർ രണ്ടാളും ജീവനോടെ ഉണ്ടെങ്കിൽ ആ കേസുകൾ അസാധുവാവും. മനസ്സിജന്റെ മേൽ മതികലയെ കൊലപ്പെടുത്തിയ കേസുകൂടി ഉള്ളതിനാൽ ആ കേസിൽ ശിക്ഷ അനുഭവിച്ചേ മതിയാവും. ഇവരുടെ കേസുകൾ ഇല്ലാതാക്കാൻ ശിവയെ രംഗത്ത് കൊണ്ടുവരിക തന്നെ വേണം. മുംതാസ് മേഡം പറഞ്ഞതാണ് ശരി. നമ്മക്കാർക്കും ശിവയ്ക്ക് മാപ്പ് കൊടുക്കാനാവില്ല, പൊറുക്കാനും ആവില്ല. അതേ മനസ്സോടെ തന്നെയാണ് ശിവയുടെ മുന്നിൽ ഞാൻ എത്തിയത്. പക്ഷേ ആ അവസ്ഥയും കണ്ണീരും കണ്ടപ്പം മാത്രല്ല, കേസ് ഇല്ലാതാവേണ്ട നമ്മളുടെയും കൂടി ആവശ്യമാണല്ലോ. അതെ, അത് മാത്രം മുന്നിൽ കണ്ടാൽ മതി. ഇപ്പോ ശിവ കേസ് ഇല്ലാതായാൽ നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രരായി. ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചില്ലേ പറ്റൂ. ശിവയ്ക്കുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. അതാ ഇപ്പോഴത്തെ കിടപ്പ്. പക്ഷെ സിജൻ ഒരു കാരണവശാലും ശിവയെ വിശ്വസിക്കില്ല. ഒരു കാലത്ത് സിജന്റെ പാതിയായിരുന്നല്ലോ ശിവ. അങ്ങനെയുള്ള ശിവയാണ് പിച്ചളയ്ക്കറിയാവല്ലോ അല്ല. വഴിയുണ്ടാക്കാം നമുക്ക്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതെ, ഒരു വിസിറ്റർ ഉണ്ട്. ആർക്കാ സാറേ? താനല്ലേ മനസ്സിജൻ? അപ്പൊ തനിക്കേന് വാ.
സിജ, സിജ, ഒറ്റ വാക്കിൽ പറഞ്ഞ തീരുന്ന പാവങ്ങളല്ല ചെയ്തതെന്ന് എനിക്കറിയാം. വേണ്ട, നിനക്ക് മാപ്പ് തരണമെന്നായിരിക്കും നീ പറയുന്നത്. സ്നേഹമെന്തെന്നും ബന്ധത്തിന്റെ വില എന്തെന്നും അറിയാത്ത മഹാപാപങ്ങൾ മാത്രം ചെയ്ത നിന്റെ പറച്ചിലൊന്നും എനിക്ക് കേൾക്കണടാ. ചത്തൊടുങ്ങിയില്ലടാ നീ. സിജണ്ണനോ? അങ്ങനെ വിളിച്ച നിന്റെ നാവ് പുഴുത്തു പോകുന്നും നിന്റെ ശിവണന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും അല്ലേ അന്ന് നീ പറഞ്ഞത്? എടീ, ഇതൊരു ജയിലായി പോയി. അല്ലെങ്കിൽ ഇങ്ങനെ വാ തുറക്കാൻ രണ്ടെണ്ണവും ഇവിടെ ജീവനോടുണ്ടാവില്ലായിരുന്നു. ആവുമായിരുന്നെങ്കിൽ സിജന്റെ മുന്നിൽ വെച്ച് ഞാൻ സ്വയം കുത്തി മരിച്ചാണ്. നിങ്ങളോട് ചെയ്ത പാതകങ്ങൾക്കുള്ള ശിക്ഷയായി സന്തോഷത്തോടെ ഞാനത് ചെയ്യും. പക്ഷേ അതിനെ പോലും ആവാത്ത വിധത്തിൽ ആക്കി ദൈവം എന്നെ കണ്ടില്ലേ സിജ? എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, നിങ്ങളെ കാണുകയും വേണ്ട. പോയി ഇവിടുന്ന്. പിച്ചളണ്ണനാ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. അതെ സിജ, പിച്ചള ഞങ്ങളെ കണ്ടിരുന്നു, എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടാ സിജന്റെ അടുത്തേക്ക് ഞങ്ങളെ വിട്ടത്. പലതും മനസ്സിലാക്കാതെ പോയതാണ് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെ ചത്തു ജീവിക്കണം എന്റെ വിധി. സിജനെ കാണാൻ വരാൻ ഞാൻ ആശിച്ചതല്ല. ഈ മുഖത്ത് നോക്കാനുള്ള അർഹത എനിക്കില്ല. പക്ഷെ പിച്ചള നിർബന്ധിച്ചു. ഇതിലേക്ക് പിച്ചളയെ വെറുതെ വലിച്ചടിക്കണ്ട. പിച്ചള ഇങ്ങനൊന്നും കാണിക്കത്തില്ല. ഏറ്റുപറച്ചിലുണ്ടോ കണ്ണീരൊഴുക്കിയതുകൊണ്ടോ നീ ചെയ്ത പാതകങ്ങൾക്ക് പ്രായശ്ചിത്തമാവില്ല. എടാ, നിനക്ക് ഞാൻ എന്നെ തന്നെ തന്നത്. ആ എന്നെയാ നീ. പിന്നതേ ഇവളും. ഈ ജന്മത്തിലെന്നല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും പൊറുക്കാനാവില്ല നിങ്ങളോട് എനിക്ക്. പൊറുക്കണ്ട. പക്ഷേ ഞങ്ങൾക്കും ചിലതൊക്കെ ചെയ്യാനാവുമല്ലോ. പോലീസിനോട് എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. പോലീസിനെല്ലാം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ശിവയെ ആരും കൊന്നിട്ടില്ല, ശിവാനി മരിച്ചിട്ടുമില്ല. പിന്നെന്ത് കേസ്? ഈ കേസിൽ ആരും കുറ്റക്കാരല്ല. ബാലേട്ടനും പിച്ചളയും എല്ലാവരും ഈ കേസിൽ നിന്ന് ഒഴിവാവും. ചില നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മതി. പിന്നെ സിജൻ മതികലെ കൊന്ന കേസിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സിജ, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടില്ല. ആരും പറഞ്ഞിട്ടോ പ്രേരിപ്പിച്ചിട്ടോ അല്ല ഞാനിത് ചെയ്യുന്നത്. എന്റെ മനസ്സാ എന്നോട് പറഞ്ഞത്. സിജ, മതികളെ കൊല്ലേണ്ടത് ശരിക്കും ഞാനായിരുന്നു. ഒന്നെണീറ്റ് നിൽക്കാനാവുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. പാപത്തിന്റെ വടവൃക്ഷത്തെ അപ്പാടെ ഇല്ലാതാക്കാൻ പറ്റാത്തതിന്റെ നിരാശയുണ്ട് എനിക്ക്. പക്ഷെ സിജൻ അത് ചെയ്തു.
എന്നെയും മതികളെ വഴിതെറ്റിക്കുകയായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ചെറിയൊരു കനല് ഊതി ഊതി അവളൊരു കാട്ടുതീയാക്കി മാറ്റി. അങ്ങനെയാ ഞാൻ കൂടെപ്പിറപ്പ് തെറ്റ് ചെയ്ത ശിക്ഷിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഒരു ചേട്ടനുണ്ട്. ഞാൻ നിന്ന് തരാം. എന്ത് ശിക്ഷയായാലും തന്നോളൂ. എനിക്കൊരു ജീവിതമില്ല. ഇങ്ങനെ തീരും ഈ ജീവിതം. ഇങ്ങനെ കാണാനും ചെറിയൊരു പ്രായച്ചിത്തം ചെയ്യാനോ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നത്. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കാലം കുറേയായി. ഇന്ന് മനസ്സുഖത്തോടെ ഒന്നുറങ്ങണം. ഇപ്പൊ എന്നെ ഇവിടെ എത്തിച്ചത് ദൈവ. ആ ദൈവം സിജന്റെ കുഞ്ഞുമണിയെ എത്തിക്കും. കുഞ്ഞുമണി ഇതുപോലെ തിരിച്ചു വരും. ചേരേണ്ടത് എങ്ങനെയാലും ചേർന്നല്ലേ പറ്റൂ. കുഞ്ഞുമണി തിരിച്ചു വരാനായിരിക്കും ഇനിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ. സിജന് പഴയ ശിവയായി എന്നെ കാണാനാവില്ലെന്നറിയാം. ആഗ്രഹമുണ്ട്. ഈ നല്ല ചങ്ങാതിയുടെ സ്നേഹത്തിന്റെ പങ്കുപറ്റി കൂടെ നടക്ക്. എല്ലാം ഇല്ലാതാക്കിയത് ഞാൻ തന്നെയാ. ഇതോടെ ആ തെറ്റുകുറ്റങ്ങളെല്ലാം മാഞ്ഞു പോവെങ്കിൽ ഓർത്തിരിക്കാൻ ഒത്തിരി നല്ല മുഹൂർത്തങ്ങളുണ്ടല്ലോ നമ്മുടേതായിട്ട്. അതും മതി സിജ, അതും മതി. അർഹതയില്ലെങ്കിലും പറയോ.